Unit 1 of many hues. Names and names. Children, look at this collage. What do you see in this collage? Can you find different people, objects or symbols in the collage? കൂട്ടുകാരെ, ഈ കൊളാഷിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് നിങ്ങൾ കാണുന്നത്? Can you find different people, objects or symbols? What do their clothes, accessories or objects tells us about their culture? Can you name some cultural elements in the picture? Music, food, art, language, anything? അതിപുരാതന സംസ്കാരത്തിലെ ഈജിപ്ഷ്യൻ ഫറവോയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ചാർലി ചാപ്ലിൻ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഹാസ്യ താരമാണ് ചാർലി ചാപ്ലിൻ. പിന്നെ എന്തെല്ലാമാണ് ചിത്രത്തിലുള്ളത്? കോൽക്കളിയുടെ ചിത്രമുണ്ടല്ലേ, നമ്മുടെ കേരളത്തിലെ കോൽക്കളി. ഏറ്റവും മുകളിലായി ഒരു മൃഗത്തെ കണ്ടില്ലേ, അത് ടിബറ്റൻ യാക്കാണ്. മറ്റെന്തെല്ലാമാണ് ഈ കൊളാഷിലുള്ളത്? വ്യത്യസ്ത തരത്തിലുള്ള സ്ക്രിപ്റ്റ്സ് ഇല്ലേ? മലയാള ഭാഷയിലെ അക്ഷരം ആ ഇവിടെ കാണാം. പിന്നെയോ ഇംഗ്ലീഷ് ഭാഷയിലെ എ കാണാം, ഹിന്ദി ഭാഷയിലെ അക്ഷരം കാണാം. അങ്ങനെ മറ്റു പല ഭാഷകളിലുമുള്ള സ്ക്രിപ്റ്റ്സും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇതെല്ലാം നമ്മോട് എന്താണ് പറയുന്നത്? ലോകത്തിലെ വൈവിധ്യങ്ങളെക്കുറിച്ചല്ലേ? അതെ, വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി. ഇൻ ഡൈവേഴ്സിറ്റി there is beauty and there is strength. മായ ആഞ്ചലോ പറഞ്ഞ വാക്കുകളാണിവ. ഇൻ ഡൈവേഴ്സിറ്റി there is beauty and there is strength. Our differences make us special. When we come together, we are stronger and more beautiful. ഓരോരുത്തരുടെയും വൈവിധ്യങ്ങളാണ് അവരെ സ്പെഷ്യൽ ആക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താലോ? അവർ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് മെനി ലാംഗ്വേജസ്, കൾച്ചേഴ്സ്, റിലീജിയൻസ് ആൻഡ് ട്രഡീഷൻസ്. ഒരുപാട് ഭാഷകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരമാണ്, മതങ്ങളുണ്ട്, ട്രഡീഷൻ ഉണ്ട്. പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ഈറ്റ് ഡിഫറെൻറ്റ് ഫുഡ്. നമ്മുടെ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. വെയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്, ധരിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വേഷമാണ്. സെലിബ്രേറ്റ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങളും വ്യത്യസ്തമാണ്. ഈവൻ ദോ വി ആർ ഓൾ ഡിഫറെൻറ്റ് ഇൻ മെനി വേയ്സ്, വി ലിവ് ടുഗദർ ഇൻ വൺ കൺട്രി. പല കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തതയുണ്ടെങ്കിലും വൈവിധ്യമുണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ദേശത്താണ് താമസിക്കുന്നത്, ഒരു രാജ്യത്താണ്, ഇന്ത്യ. ദിസ് ഈസ് കോൾഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? കൂട്ടുകാരെ, ചിത്രത്തിലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവരെല്ലാവരും ഒരേ ദേശത്തെ ആൾക്കാരാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അവരെല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണ്, പല രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്. When you move to another country, the flow of life changes. What could be the difference you might feel when you move to a new place? കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ, മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ചേഞ്ചസ് വരും. അത്തരത്തിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലേക്ക് താമസം മാറിയ ഒരു കുട്ടിയുടെ കഥയാണ് പാഠഭാഗം. Here is a story of a girl who moved to a new country. The place was very different from where she used to live before. ആദ്യം താമസിച്ച ഇടത്തു നിന്ന് തികച്ചും വ്യത്യസ്തമായ
മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറിയ ഒരു കുട്ടിയുടെ കഥയാണ് പാഠഭാഗം. നെയിംസ് ആൻഡ് നെയിംസ്. എന്താണ് പാഠത്തിന്റെ പേര്? നെയിംസ് ആൻഡ് നെയിംസ്. കുഞ്ഞി ചിരുത stood at the gate, gazing at the street. She loved to look at passing vehicles and pedestrians. It was the end of winter. The air was warming up, but there was still the occasional cold wind. It had been a cold winter in New Jersey. It was only 5, but night had fallen. എന്താണ് പറയുന്നത്? കഥയിലെ കുട്ടിയുടെ പേരാണ് കുഞ്ഞി ചിരുത. അവൾ കേരളത്തിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ചിത്രം നോക്കൂ. കുഞ്ഞി ചിരുത stood at the gate. എവിടെയാണ് കുഞ്ഞി ചിരുത നിൽക്കുന്നത്? stood at the gate. ഗേറ്റിനടുത്ത് നിന്ന് അവൾ പുറത്തെ സ്ട്രീറ്റിലേക്ക് നോക്കുകയാണ്. എന്തൊക്കെ കാണാം? കാൽനടയായി പോകുന്ന ആളുകളെ, വാഹനങ്ങളെ, ഇവയെല്ലാം നോക്കി നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞി ചിരുത. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. ന്യൂജേഴ്സിയിൽ ഇത് വിന്ററിന്റെ അവസാനമാണ്. തണുപ്പുകാലം, ശൈത്യകാലത്തിന്റെ അവസാനമായി. ദ എയർ വാസ് വാമിംഗ് അപ്പ്. ശൈത്യകാലത്തിൽ നിന്ന് പതിയെ സ്പ്രിംഗ് സീസണിലേക്ക് കടക്കുകയാണ്, വസന്തകാലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യമുണ്ടായിരുന്ന തണുപ്പൊക്കെ അല്പം കുറഞ്ഞ് വീശിയടിക്കുന്ന കാറ്റിന് കുറച്ച് ചൂടൊക്കെ തോന്നും. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. എന്നാലും ഇടയ്ക്കിടെ നല്ല തണുത്ത കാറ്റ് വീശാറുണ്ട്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിന്റർ ഇൻ ന്യൂജേഴ്സി. ഇത്രയും നാൾ അവിടെ വളരെ തണുത്ത കാലമായിരുന്നു, ശൈത്യകാലമായിരുന്നു. ഇറ്റ് വാസ് ഓൺലി 5, ബട്ട് നൈറ്റ് ഹാഡ് ഫോളൺ. 5 മണിയാവുമ്പോഴേക്കും ഇരുട്ടിയിട്ടുണ്ടാവും. The varying lengths of day and night across seasons had puzzled കുഞ്ഞി ചിരുത. ഓരോ സീസൺസ് മാറി വരുമ്പോൾ ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ മാറ്റമുണ്ടാവും. പകലിനും രാത്രിക്കും സമയവ്യത്യാസമുണ്ടാവും. ചിലപ്പോൾ ദീർഘമായ പകലുകൾ ഉണ്ടാവും, രാത്രി കുറവായിരിക്കും. ചിലപ്പോഴോ രാത്രി കൂടുതലായിരിക്കും, പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും. അത് കുഞ്ഞി ചിരുതയെ ആകെ കുഴപ്പിച്ചു. When she arrived in July, the sun set only at 8:30. അവൾ ജൂലൈയിൽ വന്നപ്പോൾ സൺസെറ്റ്, സൂര്യാസ്തമയം 8:30-ക്കായിരുന്നു. The day was more than 15 hours long. ദിവസത്തിന്റെ ദൈർഘ്യം, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 15 മണിക്കൂറിൽ കൂടുതലായിരുന്നു. Now the sunset a little before 5. പക്ഷെ ഇപ്പോഴോ സൺസെറ്റ് a little before 5. 5-ന് മുൻപേ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കും. And the day lasted only a little less than 10 hours. 10 മണിക്കൂറിൽ താഴെ മാത്രമാണ് പകലിന്റെ ദൈർഘ്യം. കുഞ്ഞി ചിരുത was startled. That was Kate, her classmate. She lived just across the street. കുഞ്ഞി ചിരുതയെ ആരോ അവിടുന്ന് കുഞ്ഞി ചിരുത എന്ന് വിളിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ ആരാണത്? That was Kate, her classmate. She lived just across the street. ആ സ്ട്രീറ്റിന് തൊട്ടപ്പുറത്താണ് ആര് താമസിക്കുന്നത്? ക്ലാസ്മേറ്റ് ആയ കേറ്റ് താമസിക്കുന്നത്. Oh, not again, കുഞ്ഞി ചിരുത said to herself under her breath. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കുഞ്ഞി ചിരുത പറയാണ്, Oh, not again. വീണ്ടും അങ്ങനെയാണോ വിളിക്കുന്നത്? When will she learn to pronounce my name right? ഇവൾ ഇനി എന്നാണാവോ എൻ്റെ പേര് ശരിയായി ഉച്ചരിക്കാൻ പഠിക്കുന്നത്? കേറ്റ് എങ്ങനെയാ വിളിച്ചത്? കുഞ്ഞി ചിരുത. This was her 6th month at school. കുഞ്ഞി ചിരുത സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇത് 6ാമത്തെ മന്താണ്. Back in Kerala, she had only learned some English rhymes at play school. കേരളത്തിലായിരുന്നപ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമാണ് കുഞ്ഞി ചിരുത പഠിച്ചത്. But she had picked up English with an amazing speed. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കുമോ വളരെ വേഗത്തിൽ തന്നെ കുഞ്ഞി ചിരുത ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു. Her classmates and teachers were very kind and helpful. അവളുടെ സഹപാഠികളും ടീച്ചേഴ്സും ഒക്കെ അവളെ വളരെയധികം അതിനായി സഹായിച്ചു. She did not feel a stranger at all at the school. അവൾക്ക്
ആ സ്കൂളിൽ അവൾ ഒരു അപരിചിതയാണെന്ന് തോന്നിയതേയില്ല. മിസ് ഹോപ്കിൻസ്, who taught mathematics, went out of the way to make her comfortable. മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കാൻ അവളെ ആരാണ് സഹായിച്ചത്? മിസ് ഹോപ്കിൻസ്, അവളുടെ ടീച്ചറാണ്. who taught mathematics went out of the way to make her comfortable. The only thing that upset her was the way her classmates pronounced her name. ആകെ അവളെ അപ്സെറ്റ് ആക്കിയത് ഒരേ ഒരു കാര്യമാണ്, അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അവളുടെ പേര് വിളിക്കുന്നത് അവർക്ക് ശരിയായി ഉച്ചരിക്കാൻ അറിയില്ല. എല്ലാവരും അവളെ എങ്ങനെയാ വിളിക്കുന്നത്? കുൻഹിച്ചിരുത. അവളുടെ പേരെന്താണ്? കുഞ്ഞിച്ചിരുത. Even Miss Hopkins found her name difficult to pronounce. She did try, though. She managed to get the last part right, but she still found the first part a tongue twister. Even Miss Hopkins, മിസ് ഹോപ്കിൻസോ അവളുടെ പേര് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടി. അവർ പരിശ്രമിക്കുന്നുണ്ട്, പേരിൻ്റെ അവസാന ഭാഗം നന്നായി ഉച്ചരിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ പേരിൻ്റെ ആദ്യ ഭാഗം ഒരു ടങ് ട്വിസ്റ്റർ പോലെയാണ് മിസ് ഹോപ്കിൻസിനും തോന്നുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഹൈ കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആണ്ട്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഗേറ്റിന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടത്? ക്ലാസ്മേറ്റായി കേറ്റിനെ കണ്ടു. കേറ്റിനോട് ഇങ്ങനെ കൈവീശി കാണിച്ചു. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആണ്ട്. ആൻറ്റിയുടെ കൂടെ കേറ്റ് ഷോപ്പിങ്ങിന് പോവുകയാണ്. There were 24 students in grade first. ഗ്രേഡ് ഫസ്റ്റിൽ 24 കുട്ടികളാണുള്ളത്. കുഞ്ഞിച്ചിരുത വാസ് not the only non-American student in her class. In fact, nearly half the students belonged to immigrant families. There were students from Canada, Mexico, Italy, the UAE, Egypt and China. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ അവൾ മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ളത് അല്ലാത്തത്, നോൺ അമേരിക്കൻ ആയിട്ടുള്ളത് അവൾ മാത്രമല്ല. പിന്നെ എവിടെ നിന്നെല്ലാമുള്ള കുട്ടികളാണുള്ളത്? കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന. കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള കുട്ടി. ആകെയുള്ള 24 കുട്ടികളിൽ പകുതിയോളം കുട്ടികളും വിദേശികളാണ്. കുഞ്ഞിച്ചിരുത മാത്രമാണ് ദ ഓൺലി ഇന്ത്യൻ. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. ഷി ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷി മെറ്റ് പ്രകാശ്. റോഡിൽ ഒരുപാട് ഇന്ത്യൻസിനെ കുഞ്ഞിച്ചിരുത കണ്ടു. അവരിൽ ഒരാളായിരുന്നു പ്രകാശ്. ഷി ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷി മെറ്റ് പ്രകാശ്. പ്രകാശ് എന്ന് പറയുന്ന ആളെ കണ്ടപ്പോൾ അവൾക്കതൊരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ ഹെർ സ്കൂൾ. പ്രകാശിന് എന്താണ് ജോലി? മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് പ്രകാശിനുള്ളത്. എവിടെ? നിയർ ഹെർ സ്കൂൾ. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ ഹരീഷ്. കുഞ്ഞിച്ചിരുതയുടെ അങ്കിൾ ഹരീഷിനെ പോലെയുണ്ട്. ആരെ കാണാൻ? പ്രകാശ് എന്ന് പറയുന്ന ആളിനെ കാണാൻ. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ, ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. പക്ഷേ പ്രകാശിനെ കാണുമ്പോൾ എങ്ങനെയാണ്? മുത്തശ്ശനെ പോലെ, മുത്തശ്ശനോളം പ്രായമുള്ള ആളാണ് ആര്? പ്രകാശ്. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ the first time she bought some candy from the store. കുഞ്ഞിച്ചിരുത ഈ പ്രകാശിന്റെ ഷോപ്പിൽ മിഠായി വാങ്ങാൻ പോയി. വളരെ ആകാംക്ഷയോടെയാണ്, കൗതുകത്തോടെയാണ് പ്രകാശ് അപ്പോൾ അവളെ നോക്കിയത്. All her classmates called him Mr. പ്രകാശ്. കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പ്രകാശിനെ വിളിക്കുന്നത് മിസ്റ്റർ പ്രകാശ് എന്നാണ്. കുഞ്ഞിച്ചിരുത thought it rude. പക്ഷേ അതെന്തായിട്ടാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയത്? മര്യാദകേടായിട്ടാണ് തോന്നിയത്. കാരണം എന്താണ്? പ്രകാശിനെ കാണാൻ അവളുടെ മുത്തശ്ശനോളം പ്രായം തോന്നിക്കും. ബാക്ക് ഹോം ഇൻ കേരള ഷി വുഡ് ഹാവ് കോൾ ഹിം പ്രകാശ് അങ്കിൾ. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ അങ്കിൾ എന്നാണ് വിളിക്കുക, പ്രകാശ് അങ്കിൾ. ദ നെക്സ്റ്റ് ടൈം ഷി വെന്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. പിന്നീട് ഒരു തവണ പ്രകാശിന്റെ കടയിലേക്ക് അവൾ പോയപ്പോൾ അവളെ സ്നേഹത്തോടെ അദ്ദേഹം തലയിൽ നിന്ന് തട്ടി. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ?
കുഞ്ഞിച്ചിരുത. എന്നിട്ട് ചോദിച്ചു, എന്താണ് മോളെ നിന്നെ വിളിക്കുന്നത്? നിന്റെ പേരെന്താണ്? കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത? കുഞ്ഞിച്ചിരുത എന്ന പേര് കേട്ടപ്പോൾ പ്രകാശ് കണ്ണു വിടർത്തിയെന്നവളെ നോക്കി. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതയ്ക്ക് സന്തോഷമായി. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. ഈ ന്യൂജേഴ്സിയിൽ അവളുടെ ഫാമിലി ഒഴിച്ചാൽ പുറത്തുനിന്നുള്ള ഒരാളിൽ നന്നായി അവളുടെ പേര് ഉച്ചരിക്കാൻ പറ്റിയത് ഈ പ്രകാശ് അങ്കിളിന് മാത്രമാണ്. ഷി നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവൾ തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അതിനുശേഷം പെട്ടെന്ന് പ്രകാശ് അവളോട് മലയാളത്തിൽ സംസാരിച്ചു. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് അലൗഡ്. ഇപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഉണ്ടോ? കുഞ്ഞിച്ചിരുത. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടിട്ട് വണ്ടർ ആവുന്ന ആദ്യത്തെ ആളൊന്നുമല്ല പ്രകാശ്. ഷി ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷി ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അവൾ അല്പം മുതിർന്നതിൽ പിന്നെ ഒരുപാട് ആളുകൾ അവളോട് ഈ പേരിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഷി ന്യൂ വെരി വെൽ ഹൗ ഷി ഗോട്ട് ഹെർ നെയിം. തീർച്ചയായിട്ടും അവൾക്കറിയാം എങ്ങനെയാണ് അവൾക്ക് ഈ പേര് കിട്ടിയതെന്ന്. സോ ഷി ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹൂ ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. 18-ാം വയസ്സിൽ തന്നെ സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തിരുന്ന അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അവളുടെ ഗ്രാൻഡ് മദറിന്റെ അമ്മയെക്കുറിച്ച് അവൾ പറഞ്ഞു. ഷി ഹാഡ് ഓൺലി സീൻ എ ഫേഡിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. കുഞ്ഞിച്ചിരുത അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ കണ്ടിട്ടില്ല. അവരുടെ ഒരു പഴയ മങ്ങിയ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to a village not far from her town. He had arrived in America almost half a century ago. പിന്നീട് അമ്മയിൽ നിന്നും കുഞ്ഞിച്ചിരുത മനസ്സിലാക്കി, കേരളത്തിലെ തൻ്റെ പട്ടണത്തിനടുത്തുള്ള ഒരു വില്ലേജിലാണ് പ്രകാശിൻ്റെയും വീട്. അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നിട്ട് ഏകദേശം 50 വർഷത്തോളമായി. A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. സ്പ്രിംഗ് സീസണിലെ ബ്രേക്കിന് ശേഷം പുതിയൊരു കുട്ടി കൂടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലേക്ക് വന്നു. അവളുടെ പേരെന്താണ്? അന്റോയിനേറ്റ്. ഷി വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസെലസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ മാർസെലസ് എന്ന ഒരു സിറ്റിയിൽ നിന്നാണ് അവൾ വന്നിരിക്കുന്നത്. Her mother was working in a multinational company. She was given a new project in New Jersey, so the family had relocated. അവളുടെ അമ്മയ്ക്ക് കമ്പനിയിൽ നിന്നൊരു പുതിയ പ്രൊജക്റ്റ് കിട്ടി. ന്യൂജേഴ്സിയിലാണത്. അതുകൊണ്ടാണ് അവർ ഫ്രാൻസിൽ നിന്നും ന്യൂജേഴ്സിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത്, താമസം മാറ്റിയത്. അന്റോയിനേറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. പുതിയ ആ കുട്ടിയും കുഞ്ഞിച്ചിരുതയും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. കുഞ്ഞിച്ചിരുത was amused to find that her classmates and teachers had trouble pronouncing Antoinette's name too. കുഞ്ഞിച്ചിരുതയുടെ പേര് വിളിക്കാൻ ക്ലാസ്സിലെ കുട്ടികളും ടീച്ചേഴ്സും ബുദ്ധിമുട്ടുന്നത് പോലെ തന്നെ പുതിയ ഈ കുട്ടിയുടെ പേര് വിളിക്കാനും അവർ പ്രയാസപ്പെട്ടു. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് അന്റോയിനെറ്റ്. കൂടുതൽ ആളുകളും അത് എങ്ങനെയാണ് വിളിച്ചത്? അന്റോയിനെറ്റ് എന്നാണ്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺഡ് ഫ്രം Antoinette that the name ought to be pronounced Antoinette. എന്താണ് പേര്? Antoinette എന്നാണ് പേര്. പക്ഷേ എല്ലാവരും അവളെ വിളിക്കുന്നത് അന്റോയിനെറ്റ് എന്നാണ്. കുഞ്ഞിച്ചിരുത മാത്രം Antoinette എന്ന് വിളിക്കാനായിട്ട് പഠിച്ചു. കുഞ്ഞിച്ചിരുത tried to say it that way. കുഞ്ഞിച്ചിരുത എങ്ങനെയാണ് വിളിക്കുന്നത്? Antoinette. She found to her surprise that she got it right after a few trials. കുറച്ച് തവണ പേരെങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കുഞ്ഞിച്ചിരുതയ്ക്ക് അത് വിളിക്കാൻ സാധിച്ചു. She was equally surprised to find Antoinette pronouncing her name fairly well. പക്ഷെ അവൾ അതുപോലെ തന്നെ സർപ്രൈസ്ഡ് ആയി. എന്ത് കേട്ടപ്പോൾ? ഓങ്ക്വനെറ്റും കുഞ്ഞിച്ചിരുതയുടെ പേര് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, ശരിയായി വിളിക്കുന്നുണ്ട്. എസ്പെഷ്യലി ദ ന.
ന സൗണ്ട് കറക്റ്റ് ആയിട്ട് അവള് വിളിക്കുന്നുണ്ട്. കുഞ്ഞ് ചിരുത. ഓങ്ടോനെറ്റ് വിസിറ്റഡ് കുഞ്ഞ് ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓങ്ടോനെറ്റ്, ന്യൂ ക്ലാസ്മേറ്റ് ഓഫ് കുഞ്ഞിച്ചിരുത, കുഞ്ഞിച്ചിരുതയുടെ പുതിയ ക്ലാസ്മേറ്റ് അവളുടെ വീട്ടിലേക്ക് വന്നു. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ഹെർ അമ്യൂസ്മെന്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓങ്ടോനെറ്റ്സ് നെയിം റൈറ്റ്. പിന്നീട് എന്താണ് കുഞ്ഞിച്ചിരുതയ്ക്ക് മനസ്സിലായത്? അവളുടെ അമ്മയ്ക്കും തൻ്റെ പുതിയ കൂട്ടുകാരി ഓങ്ടോനെറ്റിന്റെ പേര് ശരിയായി പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ഷി ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെന്റ്. അമ്മയ്ക്ക് ശരിയായ പേര് പറഞ്ഞു കൊടുക്കാനായി അവൾ ശ്രമിച്ചു. ഒരു മൊമെന്റിലേക്ക് അവൾ അമ്മയുടെ ലാംഗ്വേജ് ടീച്ചറായി മാറി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.